നമസ്കാരം. രാജ്യം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതാൻ പോകുന്നത്. ഈ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലായി 1717 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കൂടാതെ ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 വീതവും, ബീഹാറിൽ 5, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ആന്ധ്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈ 4ാം ഘട്ടത്തിലെ 96 സീറ്റുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു വിധി എഴുതിയത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ പാർട്ടികൾക്കാണ് ഈ മേഖലയിൽ ആധിപത്യമുള്ളത്, അല്ലെങ്കിൽ ഈ 4ാം ഘട്ടത്തിൽ ആരൊക്കെയാവും തിളങ്ങാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 4ാം ഘട്ടത്തിൽ മത്സരം നടക്കുന്ന 96 സീറ്റുകളിൽ 2009 50ലധികം സീറ്റുകൾ കോൺഗ്രസിന്റെ സ്വന്തമായിരുന്നു. ബാക്കിയുള്ളതിൽ ഭൂരിപക്ഷം നേടിയതാവട്ടെ കോൺഗ്രസിന്റെ തന്നെ സഖ്യകക്ഷികളുമായിരുന്നു. പക്ഷേ 2014ലേക്ക് എത്തിയപ്പോൾ 3 സീറ്റിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. 2019 എത്തിയപ്പോൾ 6 സീറ്റ് നേടിക്കൊണ്ട് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2009 ഈ 96 സീറ്റുകളിൽ BJPയുടെ കൈവശം ഉണ്ടായിരുന്നത് വെറും 10 സീറ്റുകൾ മാത്രമായിരുന്നു. 2014 ഇത് 38 സീറ്റുകളായി 2019ലേക്ക് എത്തിയപ്പോൾ അത് 42 സീറ്റുകളായി ഉയരുന്നു. എന്തായാലും UPയിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 13 സീറ്റുകളിൽ 9 BJP 32% വോട്ട് വിഹിതം നേടി വിജയിച്ച സീറ്റുകൾ തന്നെയാണ്. പക്ഷേ ഇതേ UPയിൽ അഖിലേഷ് യാദവിന്റെ വരവ് INDA എന്ന മുന്നണിക്ക് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നുമുണ്ട്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുൻപുണ്ടായിരുന്ന 3 ഘട്ടങ്ങളിലും INDAയും NDAയും തമ്മിലുള്ള ഒരു പോരായിരുന്നു രാജ്യം കണ്ടത്. പക്ഷേ ഈ 4ാം ഘട്ടത്തിൽ വരുമ്പോൾ ചില സുപ്രധാന പാർട്ടികൾക്ക് വലിയ മേൽക്കോയ്മ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും YSRCP, അതിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, RJD, ശിവസേന തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ഘട്ടമാണ് ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 2009 കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായിരുന്നു ഈ 96 സീറ്റുകൾ. ഇവിടെ 2009 വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് സഖ്യകക്ഷികൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല കാലങ്ങളിലായി വോട്ട് നില ഉയർത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് പരിശ്രമത്തിലൂടെ വെട്ടിപ്പിടിച്ച ഈ കോട്ടകൾ കാക്കാൻ തന്നെയാണ് BJP നാളെ കളത്തിലിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.